PV അൻവറിനെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ ചർച്ചകളാണ് ഇന്നത്തെ വലിയ വാർത്ത. PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ ചൊല്ലി UDF-ൽ ഭിന്നത. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് തള്ളി കെ സുധാകരൻ. അൻവറിനെ ഒറ്റപ്പെടുത്തില്ലെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. അനുരഞ്ജന നീക്കങ്ങൾ സജീവമാക്കുകയാണ് മുസ്ലിം ലീഗ്. PV അൻവറിനോട് വിട്ടുവീഴ്ചയില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടിന് പിന്നാലെയാണ് മുന്നണിയിൽ ഭിന്നത രൂക്ഷമായത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം കൂട്ടണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. പക്ഷേ VD സതീശൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. PV അൻവർ തിരുത്തണമെന്നാണ് സതീശന്റെ ആവശ്യം. എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല. ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു. VD സതീശന്റെ നിലപാടിൽ മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല, അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. അൻവറിനെ അനുനയിപ്പിക്കണമെന്ന അഭിപ്രായമാണ് സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രകടിപ്പിച്ചത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കുമില്ല. എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കട്ടെ. അതിനിടയിലാണ് PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിർണായക നീക്കം. ചെന്നിത്തല അൻവറിനെയും VD സതീശനെയും ഫോണിൽ വിളിച്ചു. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അൻവറോട് സംസാരിച്ചു, മറ്റ് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. നിലമ്പൂരിലെ നിർണായക ഉപതെരഞ്ഞെടുപ്പിൽ പിടിവാശി വേണ്ടെന്നാണ് ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികളുടെ നിലപാട്. തർക്കങ്ങൾ രമ്യമായി പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ടീം റിപ്പോർട്ടർ, നിലമ്പൂർ.